ജീവനക്കാരുടെ ഒരു പ്രശ്നമാണ്. സ്ത്രീകളുടെ ആദ്യം സ്ത്രീകളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ സഹോദരിമാരുടെ, നമ്മുടെ ജീവനക്കാരുടെ, സ്ത്രീകളുടെ ഒരു ക്യാൻസർ ടെസ്റ്റ് നമ്മൾ തീരുമാനിച്ചു. പ്രമുഖ ഓങ്കോളജിസ്റ്റ് ആയിട്ടുള്ള ഗംഗാരൻ ഡോക്ടർ അദ്ദേഹമായിട്ട് വളരെ അടുത്ത് സംസാരിക്കുകയും ജീവനം ക്യാൻസർ സൊസൈറ്റിയാണ് അതിനെ മുൻകെടുത്തത്. അവർ തന്നെയാണ് ആദ്യം സംസാരിച്ചത്. ഞങ്ങൾ അതിനെ അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ സൊസൈറ്റിയുടെ പേരിലുള്ള വാഹനം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ അടക്കമുള്ള ക്യാൻസറിന്റെ ടെസ്റ്റ് ചെയ്യാൻ പ്രിയപ്പെട്ട സഹോദരിമാർ മുന്നോട്ട് വന്ന ഭയന്ന് മാറി നിൽക്കരുത്. ഞാൻ പറയാം, ഭയന്ന് മാറി നിൽക്കരുത്. ഭയന്ന് മാറി നിൽക്കുന്ന അപകടമുണ്ട്. ഈ രോഗം തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ആ രോഗം കണ്ടെത്താനുള്ള അവസരം കണ്ടെത്തിയാൽ ചികിത്സിക്കാം. അതിന് പണമുണ്ടോ എന്ന കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ മുമ്പിൽ, ഞാൻ ദൈവവിശ്വാസിയാണ്, നമ്മുടെ മുമ്പിൽ ദൈവം അതിനൊരു വഴി തുറന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനിയുടെ CSR ഫണ്ടൊക്കെ സംഘടിപ്പിച്ചു കൊടുത്ത് നമ്മൾ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം നിങ്ങളുടെ ആത്മാർത്ഥത്തോടെ പ്രവർത്തിക്കുന്നത് ഒരുപാട് നല്ല കോൺടാക്ട്സ് ഉള്ളവരാണ്. ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും IAS-കാരും അങ്ങനെയുള്ള ആൾക്കാരും എന്നോട് പേഴ്സണൽ ബന്ധമുള്ള ആൾക്കാരാണ്. നമുക്ക് വെളിയിലുള്ള ബിസിനസ്സുകാരും പ്രവാസികളും ഒക്കെ ഉണ്ട്. എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. അവരെല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് വരും. നമ്മൾ അത്തരത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ ഒരു സഹോദരിക്ക് ചികിത്സിക്കാൻ പണമില്ലാതെ, KSRTC ജീവനക്കാരി ഒരു സഹോദരിക്ക് ചികിത്സിക്കാൻ പണമില്ലാതെ വന്നാൽ അത് കണ്ടെത്താൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കും. നമ്മൾ നിസ്സാരമായിട്ട് കണ്ടെത്താൻ ഞാൻ ടെക്നിക്ക് പറഞ്ഞുതരാം. നമ്മൾ ഇത്രയും ജീവനക്കാരുണ്ട്, 23,000 ജീവനക്കാരുണ്ട്. അതിൽ 15,000 ജീവനക്കാർ ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെ നമ്മളെ ഒരു സഹോദരിക്ക് സുഖമില്ല, ചികിത്സിക്കാൻ ഇത്ര രൂപ വേണം, ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെ നിങ്ങൾ ഗൂഗിൾ പേ വഴി ഒരു 100 രൂപ അയച്ചു വെക്കാൻ കോടികൾ നമുക്കുണ്ട്. ഒരു അസുഖം, ഇത്ര അസുഖമുണ്ട്, നമ്മൾ 100 രൂപ ഒരു മാസം ഉണ്ടെങ്കിൽ മാത്രം ഇന്ന സഹോദരിക്ക് അസുഖമുണ്ട്, ചികിത്സിക്കണം, അവർക്ക് ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞാൽ 50 രൂപ 100 രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ നമ്മളെന്തെല്ലാം കാര്യങ്ങളെ മുല്ലപ്പൂ വാങ്ങിക്കാൻ കളയുന്നില്ലേ? അത് കളയല്ല, നല്ലതാണ്, വെക്കണം, മുല്ലപ്പൂ വയ്ക്കണം, നല്ലത് തന്നെ. പക്ഷെ അതുപോലെ വിചാരിച്ചാൽ മതി. ഒരു മുല്ലപ്പൂ വാങ്ങിക്കാൻ നമ്മൾ ചിലവാക്കിയെന്ന് വിചാരിച്ചാൽ മതി. 50 രൂപ 100 രൂപ ഒരു GPay ചെയ്ത് കൊടുത്താൽ ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് വരികയും അത് എടുത്ത് നമുക്ക് ഈ രോഗം പരിഹരിക്കാം. ആ അക്കൗണ്ടിലേക്ക് പ്രവാസികളെ കൊണ്ട് സംഭാവന ചെയ്യിച്ചാൽ ഞാൻ ജയിച്ചുതരാം, കോടികൾ സംഭാവന ചെയ്യിച്ചാൽ ഞാനൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ സ്വാഗതക്കാരനല്ല, എല്ലാ സംഭാവന ചെയ്ത് അങ്ങോട്ട് വാങ്ങിച്ചിട്ടുതരാം. അതിൽ നമ്മൾ കൊടുക്കും. നിങ്ങൾ ആശങ്ക വേണ്ട. ഇപ്പൊ മേളിൽ ഇരുന്നപ്പോൾ മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു, ഇതിനൊരു വഴി കണ്ടുപിടിക്കുന്നു പറഞ്ഞു. ഈ മൈക്കിൽ നോക്കി ചെയ്യുന്നപ്പോൾ എനിക്ക് മേളിൽ നിന്ന് ദൈവം എനിക്കൊരു വഴി പറഞ്ഞു. ആ വഴിയാണ് ഇപ്പൊ പറഞ്ഞത്. ഈ വഴി രണ്ടും നല്ലതല്ലേ? നമ്മളൊരു സംഖ്യ ശേഖരിക്കും, ഞാനടക്കം ഒരു ഗൂഗിൾ പേ ചെയ്യുന്നു ഇങ്ങനത്തെ അവസരത്തിൽ. അതുകൊണ്ട് ഭയപ്പെടേണ്ട. രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാം. കാണാതെ ഒളിച്ചുകൊണ്ട് നടക്കരുത്.